Guys, എല്ലാവർക്കും പൊന്നൂസ് വ്ളോഗ്സിന്റെ വക ഹാപ്പി ന്യൂ ഇയർ. ഗൈസ്, എന്റെ ബർത്ത്ഡേ ഡിസംബർ 25-നാണ്. അപ്പൊ അന്ന് കേക്ക് മുറിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് ന്യൂ ഇയർ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോവാണ്. കേക്ക് മുറിക്കാൻ പോവാ ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മള് ആപ്പിൾ കേക്ക് കഫേന്ന് വാങ്ങിച്ച വാൻജോ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗൈസ്, ഞാൻ ഫസ്റ്റ് കുഞ്ഞുട്ടനാണ് കേക്ക് കൊടുത്തത്. അവൻ കടിച്ചിട്ട് കടി വിടാണ്ട് നിക്കാണ്. സൂപ്പർ കേക്കാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മള് ഈ വർഷത്തെ ന്യൂ ഇയർ കേക്ക് ആപ്പിൾ കേക്ക് ആൻഡ് കഫേന്നാണ്. അപ്പൊ അവിടെ നോർത്ത് ബറൂൺ ആപ്പിൾ കേക്ക് ആൻഡ് കഫേയിലാണ് നമ്മളെല്ലാ സെലിബ്രേഷനും കേക്ക് എടുക്കാറ്. നല്ല അടിപൊളി കേക്കാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ കടന്നുപോയ എല്ലാവിധ നെഗറ്റീവ് കാര്യങ്ങളെ മാറ്റി കളഞ്ഞുകൊണ്ട് ഈ ഒരു പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം ഗൈസ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, വി കാനോട്ട് ചേഞ്ച് ഇറ്റ്, ബട്ട് ഫ്യൂച്ചർ വി ക്യാൻ ചേഞ്ച്. ഗൈസ്, അപ്പൊ നമ്മുടെ ചെറായി ബീച്ചിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് ഈ കാണുന്നത്. ഗൈസ്, അപ്പൊ ഇത് കണ്ടിട്ടേ അവതാർ സിനിമ കണ്ട പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമ്മുടെ ഓപ്റ്റിക്കൽ ഫൈബർ വെച്ചിട്ടുള്ള LED ലൈറ്റ് ആണ് ബീച്ച് മുഴുവൻ ഈ കാണുന്നത്. അപ്പൊ സ്റ്റേജില് DJ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിക്കാണ് ഗൈസ്. ഇവിടെ 2 ഒട്ടകമുണ്ട്. അതിന്റെ മുകളിൽ കയറി നമുക്ക് റൈഡൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഒട്ടകത്തിന്റെ പുറത്ത് കയറി നമുക്ക് സവാരിഗിരി നടത്തണമെങ്കിൽ ഉണ്ടല്ലോ, നേരെ ചെറായി ബീച്ചിലേക്ക് പോരട്ടാ. ഇവിടെ ടൂറിസം മേള ഇന്നത്തോടെ സ്റ്റാർട്ടാ വേണ്ട ഗൈസ്. പിന്നെ ഞങ്ങളിത് ഇവിടെ ഒട്ടകത്തിന്റെ അടുത്തും ബീച്ചിലൊക്കെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ദേ കുഞ്ഞുടനും പൊന്നൂസും ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ മണ്ണുവാരിക്കളി ഉണ്ട്. അത് രാത്രിയായാലും പകലായാലും വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ ഇരുന്ന് മണ്ണുവാരി കളിക്കണം. അപ്പം നമ്മളിത് ന്യൂ ഇയർ DJ പാർട്ടിയുടെ പാട്ടൊക്കെ കേട്ട് ഇവിടെ ഇരുന്ന് മണ്ണുവാരിക്കളിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2025 ലാസ്റ്റ് 12 മണിക്ക് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഈ കാണണേ. വല്ലാത്തൊരു വൈബിലാണ് അവിടെ ചെറായി ബീച്ചിൽ ടൂറിസം മേളയും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് കാണേണ്ട തന്നെ ഒരു കാഴ്ചയാണ്. അപ്പോൾ ടൂറിസം മേള എന്തായാലും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ടവർക്ക് ചെറായി ബീച്ചിൽ ഒന്ന് അടിച്ചു പൊളിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ദ സ്റ്റിയർ ഹൗസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ്. ഇവിടെ പാമ്പിനെ കയ്യിലെടുക്കുക, ഒരുപാട് ഐറ്റംസ് മീനൊക്കെ ഉണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ചാനലിൽ കയറി നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ അവിടെ അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് പുട്ടും ചിക്കൻ കറിയും കഴിക്കണ്ട. അപ്പൊ കുഞ്ഞോട്ടനും അത് കണ്ടപ്പോൾ കൊതിയായിട്ട് വന്ന് കഴിക്കണം. പിന്നെ ഇവര് ജ്യൂസ്, തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ച്, കാരണം വെറുതെ ഞാൻ കഴിക്കണം കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ അത് കാരണം അതൊക്കെ കഴിച്ചിരിക്കുന്നു. ന്യൂ ഇയറിന്റെ പടക്കം പൊട്ടാറുണ്ട്. അപ്പൊ അങ്ങോട്ട് ഇത് കഴിഞ്ഞ ഉടനെ പോവും ഗൈസ്. അപ്പൊ ന്യൂ ഇയറിന്റെ പടക്കം പൊട്ടി ഗൈസ്. അപ്പൊ ഇത് പരിപാടി കഴിഞ്ഞിട്ടുള്ള തിരക്കാണ്ട കാണണേ. നമ്മുടെ ചെറായിലേക്ക് വന്ന് കയറുമല്ല നേരെ മെയിൻ റൂട്ട്. അപ്പൊ അവിടെ ചെറായി ബീച്ചിൽ കയറുന്ന ജംഗ്ഷനാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് ഓടുന്ന ആൾക്കാർ വന്നിട്ട് വണ്ടി അടക്കാനും കാണുന്ന ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ സാധാരണ പെട്ടെന്ന് പോണേന്ന്. ഇപ്രാവശ്യം കുറച്ചു നേരം അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നിന്നുപോയി. അതിന്റെ പ്രശ്നമാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നമ്മ ആ സെക്കൻഡിൽ തന്നെ വണ്ടി എടുത്ത് വിടും പടക്കം പൊട്ടി കഴിയുമ്പോൾ തന്നെ. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.